ലണ്ടനിലെ ആഡംബര ഹോട്ടൽ മുറിയിൽ സൗദി രാജകുമാരനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സൗദി രാജകുടുംബാംഗമായ അബ്ദുല്ല ബിൻ ഫഹദ് ബിൻ അബ്ദുല്ല ബിൻ അബ്ദുൽ അസീസ് ബിൻ ജലാവി അൽ സൗദാണ് കൊല്ലപ്പെട്ടത്. 29 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. ലഹരിമരുന്നുകളുടെയും മദ്യത്തിന്റെയും അമിതമായ ഉപയോഗം മൂലമുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണമെന്നാണ് UK കോടതിയിൽ സമർപ്പിച്ച ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. വെസ്റ്റ് ലണ്ടനിലെ ഏറെ പ്രശസ്തമായ കെൻസിംഗ്ടണിലുള്ള മാരിയറ്റ് ഹോട്ടലിലാണ് സംഭവം നടന്നത്. ഹോട്ടലിന്റെ 5ാം നിലയിലുള്ള മുറിയിൽ അബോധാവസ്ഥയിൽ വീണുകിടക്കുന്ന നിലയിലാണ് ജീവനക്കാർ രാജകുമാരനെ കണ്ടെത്തിയത്. ഉടൻ തന്നെ അടിയന്തര വൈദ്യസഹായം നൽകിയെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല എന്ന് അധികൃതർ വ്യക്തമാക്കുന്നു. രാജകുമാരന്റെ മരണത്തെക്കുറിച്ച് നടന്ന വിശദമായ വൈദ്യപരിശോധനാ റിപ്പോർട്ടിലെ വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. പരിശോധനയിൽ അദ്ദേഹത്തിന്റെ രക്തത്തിൽ അനുവദനീയമായ അളവിലും 3 ഇരട്ടിയോളം മദ്യത്തിന്റെ സാന്നിധ്യം കണ്ടെത്തി. ഇതിനു പുറമെ ലഹരിമരുന്നുകളും അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ടായിരുന്നു. പാർട്ടി ഡ്രങ്ക് എന്നറിയപ്പെടുന്ന GHB, കഞ്ചാവ്, വിഷാദരോഗത്തിനും ഉത്കണ്ഠയ്ക്കും ഉപയോഗിക്കുന്ന വിഷാദ നിവാരണ മരുന്നുകൾ ഇവയുടെയെല്ലാം അമിതമായതും അപകടകരവുമായ മിശ്രിതമാണ് ഒടുവിൽ ഹൃദയാഘാതത്തിലേക്കും മരണത്തിലേക്കും നയിച്ചതെന്ന് റിപ്പോർട്ടിൽ അടിവരയിടുന്നു. നേരത്തെ തന്നെ അമിതമായ മദ്യപാനത്തിലും ലഹരിമരുന്ന് ഉപയോഗത്തിലും അടിമപ്പെട്ടിരുന്ന വ്യക്തിയായിരുന്നു അബ്ദുല്ല ബിൻ ഫഹദ് രാജകുമാരൻ. UK-യിലെ പ്രമുഖ ഡി-അഡിക്ഷൻ ക്ലിനിക്കുകളിൽ ഇദ്ദേഹം ഇതിനായി ദീർഘകാലം ചികിത്സ തേടിയതായും വിവരം പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഇതൊരു ആത്മഹത്യാശ്രമമായിരുന്നോ എന്നതിനോ അല്ലെങ്കിൽ മരണത്തിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ദുരൂഹതകളോ ഗൂഢാലോചനകളോ ഉള്ളതായോ തെളിവുകളൊന്നുമില്ലെന്നാണ് ലണ്ടൻ പോലീസ് വ്യക്തമാക്കുന്നത്. സംഭവം ഒരു അപകടമരണമായാണ് UK കോടതി രേഖപ്പെടുത്തിയിരിക്കുന്നത്. രാജകുമാരന്റെ അപ്രതീക്ഷിത വേർപാടിൽ സൗദി റോയൽ കോർട്ട് കടുത്ത ദുഃഖവും അനുശോചനവും രേഖപ്പെടുത്തി. അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം റിയാദിലേക്ക് കൊണ്ടുപോകുമെന്നും റിയാദിലെ പ്രശസ്തമായ ഇമാം തുർക്കി ബിൻ അബ്ദുല്ല മസ്ജിദിൽ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നും ഔദ്യോഗിക പത്രക്കുറിപ്പിലൂടെ അറിയിച്ചിട്ടുണ്ട്. മരണത്തിൽ ദുരൂഹതകളോ ആത്മഹത്യാശ്രമമോ ഇല്ലെന്നും ഇതൊരു അപകടമരണം ആണെന്നും UK കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി അറേബ്യയിലെ ഭരണവംശമായ ഹൗസ് ഓഫ് സൗദ് കുടുംബാംഗമാണ് ഇദ്ദേഹം. സൗദി രാജകുടുംബത്തിലെ പ്രമുഖ ശാഖകളിലൊന്നായ അൽ ജലാവി കുടുംബ പരമ്പരയിലാണ് ഇദ്ദേഹത്തിന്റെ ജനനം. സൗദി അറേബ്യയുടെ സ്ഥാപകനായ അബ്ദുൽ അസീസ് രാജാവിന്റെ കാലം മുതൽ ഭരണപരിപാലനത്തിലും പ്രവിശ്യാഭരണത്തിലും നിർണായകമായ പങ്കുവഹിച്ച ശാഖയാണിത്. UK കൊറോണർ കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് ദീർഘകാലമായി മദ്യത്തിനും കടുത്ത വിഷാദത്തിനും ഉത്കണ്ഠയ്ക്കുമുള്ള ഔഷധങ്ങൾക്കും ഇദ്ദേഹം അടിമപ്പെട്ടിരുന്നു. ഇതിൽ നിന്നും മുക്തി നേടുന്നതിനായി ലണ്ടനിലെ പ്രശസ്തമായ ദി പ്രയോറി ഹോസ്പിറ്റൽ, മെർസിസൈഡിലെ റെയിൽഫോർഡ് ഹാൾ റീഹാബ് സെന്റർ എന്നിവിടങ്ങളിൽ അദ്ദേഹം ഡി-അഡിക്ഷൻ ചികിത്സ തേടിയിരുന്നു. ആഡംബര ജീവിതങ്ങൾക്കിടയിലും വ്യക്തികൾ നേരിടുന്ന വിഷാദവും ലഹരി അടിമത്തവും ഉയർത്തുന്ന അപകടങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് ലണ്ടനിൽ നിന്നുള്ള ഈ ദാരുണ വാർത്ത.